കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി ഒരു രൂപത്തിലുമുള്ള വികാരം എവിടെയുമില്ല. പിന്നെ എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരള ജനത വെറുക്കണം? ഇതിനുകൂടി ഉത്തരം പറയേണ്ടതായിട്ടുണ്ടല്ലോ. അങ്ങനെ വസ്തുതാപരമായിട്ടുള്ളൊരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, അതിൽ ഒരേജൻസി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരും എന്നും പറയുന്നുണ്ട്. ആ ഗ്രൂപ്പിലുള്ള മറ്റൊരു ഏജൻസി 3 സീറ്റേ കിട്ടുമെന്നും പറയുന്നുണ്ട്. അപ്പം അത്രയും അജഗജാന്തരമാണ് വിവിധ ഏജൻസികളുടെ തന്നെ നിഗമനങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആൻറ്റി ഇൻകംബൻസി ഇല്ലാത്ത ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. പൊതുവിൽ ജനങ്ങൾ സംതൃപ്തരാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്തിനില്ലാതാക്കണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. അറിയില്ല, കാരണം ഇതേ രൂപത്തിലുള്ള എക്സിറ്റ് പോള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും വലിയ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമായിരുന്നു. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരുന്നു അന്നത്തെ പ്രചരണം. ഓർമ്മയുണ്ടോ എന്നറിയില്ല. കേന്ദ്രവും അതുപോലെ തന്നെ പ്രതിപക്ഷവും ശക്തമായ ആയുധമാക്കിയെടുത്തതാണ്. ആ രൂപത്തിലുള്ളൊരു ആരോപണമൊന്നും ഇപ്പം ഇല്ല. ഒരു കാലഘട്ടത്തിൽ ലാവിലിട്ടായിരുന്നു. അപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്ന ആരോപണങ്ങൾക്കൊന്നും തന്നെ മേൽവിലാസം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ അഴിമതി ആരോപണവും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടില്ല. ഇപ്പോൾ ഒന്നാമത് ഗവൺമെൻറ് കിട്ടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ രൂപത്തിലുള്ള അടിപിടിയും നേർച്ച എന്ന് പറയുന്നത് ചില്ലറ നേർച്ചയില്ല. എതിരാളിയായിട്ടുള്ള ആൾക്ക് ഒരു രൂപത്തിലും ജീവൻ നിലനിർത്താൻ പറ്റാത്ത രൂപത്തിലുള്ള ഗൂഢോത്രമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കെ സുധാകരനെതിരായിട്ട് ഒരു ഗൂഢോത്രം നടത്തി ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അത് അദ്ദേഹം പറഞ്ഞല്ലോ, KPCC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത്. ഇപ്പം ഞാൻ അത് കണ്ടുപിടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ തല പൊട്ടിത്തെറിക്കുമായിരുന്നു. അത് ഇത് കോൺഗ്രസ്സുകാരാണ്, ജ്യോത്സ്യന്മാരെ പിടിച്ചിട്ട് അവർ ജീവിപ്പിച്ചതാണ്. അങ്ങനെയുള്ള കുറേ ജ്യോത്സ്യന്മാർ അവർക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വേലത്തിനായിട്ട് മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി. എന്തായാലും കേരളത്തിലെ ജനത LDFനെ വീണ്ടും അധികാരത്തിൽ വരുത്തുമെന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾ.